ഓയിലൊട്ടും ചേർക്കാതെ നല്ലൊരു രോഹു ഫിഷ് കറി തയ്യാറാക്കിയല്ലോ. ഞാനിവിടെ കടുകും നിലക്കടലയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ആ ഒരു പേസ്റ്റിനകത്തോട്ട് നമുക്ക് ആവശ്യമായ അളവിൽ വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നിലക്കടലയുടെയും കടുകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടിഫിൻ ബോക്സിനകത്തോട്ട് ഒരു അരിപ്പ കൂടെ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനാണ് പോകുന്നത്. നമുക്കതിൻ്റെ വെള്ളം മാത്രം മതിയാവും. വെള്ളത്തിൽ തന്നെ എല്ലാവിധ ഫ്ലേവറും അടങ്ങിയിട്ടുണ്ട്. നിലക്കടല ഓൾറെഡി അതിൽ ഓയിൽ റിലീസ് ചെയ്യും വേവുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഓയിൽ ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാവേ. നല്ല ടേസ്റ്റാണ്, ഒട്ടും ഓയിൽ ചേർക്കുന്നില്ല ഇതിനകത്തോട്ട്. ഇനി നിലക്കടലയ്ക്ക് പകരം നമുക്ക് കാഷ്യൂനട്ട് ചേർക്കാം. പിന്നെ മസ്റ്റർഡിന് പകരമായിട്ട് മസ്റ്റർഡ് ഓയിലും ചേർക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനത്തെ നമുക്ക് തയ്യാറാക്കാം. നല്ലൊരു ഫ്ലേവറാണ്. മീൻ വേവാൻ ആവശ്യമായ അളവിൽ വെള്ളം ചേർക്കണം. നമുക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റാണ്. കാരണം ഈ ഒരു ഗ്രേവിക്കകത്തോട്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൂടെ ഒന്ന് വരും. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഇപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് പൊടി കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി കറിക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ അളവിൽ മീനിലൊക്കെ കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടെ നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് എത്ര കണ്ട് ഗ്രേവി ആവശ്യമാണോ തിക്കായിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത ശേഷം നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. വെളുത്തുള്ളി നല്ലതാണ്. പിന്നെ പുളിയൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ തക്കാളി ജ്യൂസ് അടിച്ച് ചേർക്കാം. ഇവിടെ ഞാൻ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും 3 പച്ചമുളക് നടുകെ കീറിയതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ മൂടി ഉപയോഗിച്ച് നന്നായി അടച്ച് വയ്ക്കാം. പിന്നെ ഇത് വേവിക്കുന്നത് വേറൊരു പാനിനകത്തോട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ നന്ന രീതിയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഒരു ടിഫിൻ ബോക്സ് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് ഇതിൻ്റെ ഒരു മൂടി ഉപയോഗിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മീനൊക്കെ നന്ന രീതിയിലൊന്ന് നന്നായി തിളച്ച് വരും. നല്ലപോലെ ആറിയ ശേഷം മാത്രം തുറക്കുക. അപ്പോൾ അതുണ്ടോ നല്ല രുചികരമായ നമ്മുടെ രോഹു മീൻ കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഈ ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.